ഹർഷ, തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന CPM ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അക്രമം നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം കണ്ടിരുന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം തുടങ്ങി വെക്കുന്നു. അത് VD സതീശന് തന്നെ വലിയ ഹൈപ്പായിട്ട് മാറുന്നു. ഇപ്പോൾ കാണുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്ത്രീയിൽ നിന്ന് പുതിയുഗ യാത്രയ്ക്കിടെ ഒരു സ്ത്രീയിൽ നിന്നൊരു പരാതി വാങ്ങിയിട്ട് അത് കീറിക്കളയുന്നു. ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രചാരണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതും പാളിയിരിക്കുകയാണ്. പുനർജനി പദ്ധതി എങ്ങനെ പാളിയോ അതുപോലെ തന്നെ ഇതും പാളിയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്സ്യൂൾ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വേദിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ വരുന്ന ഒരു പെൺകുട്ടി അതിന് കണ്ട ഭാവം പോലും നടിക്കാതെ കടക്കുപുറത്ത് അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം നടന്നു പോകുന്നു. പിന്നീട് ഈ പെൺകുട്ടി ഞാനൊരു നിവേദനം നൽകാൻ പോയതാണ്, ആ സമയത്ത് എനിക്കൊരു കോള് വന്നതുകൊണ്ട് പെട്ടെന്ന് ഫോൺ നോക്കിയതാണ്, അല്ലാതെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞ് പല രീതിയിൽ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് ഒരു ഭാഗം. ഇനി നമ്മുടെ ഈ CPM-ന്റെ അല്ലെങ്കിൽ LDF മുന്നണിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ ഇപ്പോഴത്തെ PR വർക്കുകൾ കൈകാര്യം ചെയ്യുന്ന സൈബർ പോരാളി നികേഷ് കുമാറിന്റെ പല രീതിയിലുള്ള കോപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം കിണറേഷായി മാറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കിണറേഷിൽ നിന്നും കിണർഗോലുവിലേക്കുള്ള ഒരു പാതയിലാണ് അദ്ദേഹം എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ കോൺഗ്രസിന്റെ സുനിൽ കനകോലുവിന്റെ ഓരോ നീക്കങ്ങളെയും അതുപോലെ കോപ്പി അടിച്ചുകൊണ്ട് പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താതെ കൃത്യമായി CPM-ൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന കിണർഗോലുവിന്റെ ചില തെറ്റായ നീക്കങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈബർ പോരാളികൾ പുറത്തുവിട്ടുകൊണ്ട് പറയുന്നത്, പുതിയുഗ യാത്രയിൽ നേരത്തെ മേഘ പറഞ്ഞതുപോലെ VD സതീശനെ ഒരു പാവം ഉമ്മ ഈ പറയുന്നൊരു പൊന്നാട അണിയിച്ചു, അതിനുശേഷം ഒരു നിവേദനം കയ്യിൽ കൊടുക്കുന്നു, തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അതൊന്നും തുറന്നു പോലും നോക്കാതെ കീറിക്കളയുന്നു എന്നുള്ളത്. അതിന് കൃത്യമായി കോൺഗ്രസ് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന പുതിയുഗ യാത്രയിൽ നടന്ന ഒരു ദൃശ്യങ്ങളല്ല, മറിച്ച് 2025 ഡിസംബർ മാസം 3-ാം തീയതി നടന്ന മറ്റൊരു പരിപാടിയിൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശന് വായിക്കാൻ വേണ്ടി മാത്രം ഒരു തുണ്ട് കടലാസിൽ ഒരു ചെറിയൊരു നിവേദനം എന്ന് പറയാൻ സാധിക്കില്ല, ഒരു കാര്യം എഴുതി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അദ്ദേഹം അത് വായിച്ചു നോക്കുന്നു. മറ്റാരും അറിയിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയുന്നു. അത് സാധാരണമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ മേഘയ്ക്ക് തരുന്ന ഒരു കുറിപ്പിൽ മേഘ മാത്രം വായിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കുറിപ്പ് മേഘ അത് വായിച്ചിട്ട് പിന്നീട് അത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. വായിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. അപ്പൊ ഇതിനെ സൈബർ സഖാക്കളെല്ലാം എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ്. എനിക്ക് തോന്നുന്നു VD സതീശന്റെ വീഡിയോസ് എല്ലാം കോൺഗ്രസ്സുകാർ കാണുന്നതിനേക്കാളും കൂടുതൽ കാണുന്നത് ഇടതുപക്ഷക്കാർ. VD സതീശൻ ദേഷ്യപ്പെടുന്നുണ്ടോ, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാത്തത്, അദ്ദേഹത്തിന്റെ മുഖം മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ VD സതീശനെ നോക്കുന്നത് സ്നേഹത്തോടെയാണോ സ്നേഹമില്ലാതെയാണോ, അതുപോലെ സംസാരിക്കുന്നത് ആദ്യം ആരാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി ഇടതുപക്ഷ പാളയങ്ങളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി PR വർക്കിനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയേനെ. ഈ പറഞ്ഞ പുതിയ യാത്ര ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് ഇവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞ നികേഷ് കുമാർക്ക് എന്തിനാണ് ഇങ്ങനെ ട്രോൾ ഏറ്റുവാങ്ങുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റോറീസ് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ മിഷൻ ഏജന്റ് NK നികേഷ് കുമാറിന്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഹർഷ ആരോടോ സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞ പാർട്ടി എന്ന നിലയിൽ പാർട്ടിയെ പാർട്ടിയുടെ ഉള്ളിൽ കയറി അതിനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ഞാനത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നോട് ആദ്യം പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവാണ്. കാരണം അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർട്ടിക്കകത്ത്. അല്ലെങ്കിൽ നികേഷ് കുമാർ ഈ CPM പാർട്ടി ഇത്രയും വലിയൊരു മണ്ഡലത്തിലേക്കൊന്നും പോകുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല ഇത്രയും കാലം വരെയും. അവരുടെ ഭാഗത്ത് തെറ്റുകൾ വരുമായിരുന്നെങ്കിൽ പോലും PR-കൾ കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരു പാർട്ടിയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ. കാര്യം ഒരു റീലിന് 35 ലക്ഷമൊക്കെ ചെലവാക്കുമെങ്കിൽ പോലും അതൊരു റീലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതെല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ പോലും അതിൽ മണ്ടത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് നമ്മൾ പണ്ട് കളിക്കുടുക്ക ബാലരമയിലൊക്കെ തെറ്റുകൾ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ കളിച്ചിരുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ PR-ലൂടെ CPM-ൽ നിന്ന് പുറത്തു വരുന്നത്. അതിലൊരു 100,000 തെറ്റുകൾ ഉണ്ടാകും. അതെ, ഇതിലുള്ള ഏറ്റവും വലിയ ഇവർ കാണിക്കുന്ന അപകടം എന്ന് പറയുന്നത് ഇവർ ചൊറിയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശനെയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ ക്ലാരിറ്റി ഉണ്ട്. വിടുവായിത്തം പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കലും ഉണ്ടായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് പറഞ്ഞത്, ഇപ്പൊ പണം തട്ടിയെടുത്തു എന്നും എന്തെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറവൂരിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ബോധ്യമാകുന്ന കാര്യമാണ്. പാർട്ടി ഏതാണെന്ന് പോലും നോക്കാതെ സഹായിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തുടങ്ങി വെക്കുമ്പോൾ അത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ഇടത് സൈബർ ഹാൻഡിലുകൾ നോക്കണം.
ഇത് പൊളിഞ്ഞടുങ്ങിയാൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു MV ഗോവിന്ദ മാഷിന്റെ അടുത്ത് ഒരു അപ്പൂപ്പൻ പൈസ കൊണ്ട് കൊടുക്കുന്ന സംഭവം. അതിനുശേഷം അപ്പൂപ്പൻ മലക്കം പറഞ്ഞ് വീണ്ടും പറഞ്ഞ് ഒരുപാട് തവണ സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ ഹർഷ പറഞ്ഞ ഈ സെൽഫി എടുക്കാൻ പോയ ആ പെൺകുട്ടി വന്ന് നിന്ന് പറയുന്ന കാണുമ്പോൾ വിഷമം തോന്നി. ആ കുട്ടിക്ക് ഇതിങ്ങനെ സംസാരിക്കേണ്ടി വന്നല്ലോ. അതെ, ഇപ്പൊ PR വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ കാണുന്നത് പോലെ നഗരത്തിലുടനീളം ഹോർഡിങ്ങുകളാണ്, ബസ്സിലൊന്നും കയറാൻ പറ്റില്ല, ബസ്സിലെല്ലാം ഈ പറഞ്ഞ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ചൊറിയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആകുമ്പോൾ തിരിച്ചു പറയാൻ കോൺഗ്രസിലെ എല്ലാവരും മുതിരുമെന്നുള്ളതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും അതുപോലെ തന്നെ മറ്റു നേതാക്കളാണെങ്കിലും തിരിച്ചിതിനെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ ഇത് താങ്ങാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഇത് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ് നമ്മൾ കാണുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ ഒരു സാധാരണ ഒരു വ്യക്തി എഴുതിയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് സംഭവം. ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് 2025 ഡേറ്റ് ഇട്ട വീഡിയോയാണ് പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത്. ഈ പുതുയുഗ യാത്രയിൽ ഉടനീളം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പുതുയുഗ യാത്ര VD സതീശന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ യാത്ര എന്നുള്ളതാണ്. വീഡിയോയിലും പറയുന്നുണ്ട്. അത് ഇത് പങ്കുവച്ച വ്യക്തി ഇതിൽ ക്യാപ്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് VD സതീശന് മുഖ്യമന്ത്രിയാകാൻ നടത്തുന്ന പുതുയുഗ യാത്ര എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? പുതുയുഗ യാത്രയാണോ അതോ VD സതീശൻ മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശന് ഹൈപ്പ് കൊടുത്തതും ഈ പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. എല്ലാരും മറന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട്. മറന്നതായിരുന്നു. ഇപ്പൊ പറവൂരിലെ ജനതയ്ക്ക് മാത്രം ഓർമ്മയുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് കേരളത്തെ മുഴുവൻ ഓർമ്മിപ്പിച്ച് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചത് ഈ പറഞ്ഞ ഇടത് സൈബർ ഹാൻഡിലുകൾ തന്നെയാണ്. അപ്പോൾ ഈ VD സതീശൻ ഒരു പരാതി വാങ്ങി വായിച്ചത് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്ന ആളല്ല എന്ന് വീണ്ടും ഒരു ഹൈപ്പ് കൊടുക്കുന്നതും ഈ പറഞ്ഞ ഇടത് ഹാൻഡിലുകൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്കിടയിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ CPM-നകത്ത് അല്ലെങ്കിൽ AKG സെന്ററിൽ നിന്നും നികേഷ് കുമാറിന് ഒരു 20ഓളം സിസ്റ്റം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ട്രോളായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു 20 സിസ്റ്റങ്ങളിൽ നിന്നും 20 ക്യാപ്സ്യൂളുകൾ 20 രീതിയിൽ CPM-നെ പുകഴ്ത്തിക്കൊണ്ടും കോൺഗ്രസിനെ ഇകഴ്ത്തിക്കൊണ്ടും ഇടാനുള്ള അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് ആണെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം അവിടെ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനുള്ള PR ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ സംശയത്തിന് വില നൽകുന്ന രീതിയിലാണ് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം കോൺഗ്രസ് അനുകൂലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായി പറഞ്ഞാൽ സുനിൽ കനകോലു എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നത് ഇപ്പോൾ കിണർകോലു എന്നറിയപ്പെടുന്ന നികേഷ് കുമാർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം കൃത്യമായി നേരത്തെ മേഘ പറഞ്ഞതുപോലെ ഒരു സൂക്ഷ്മദർശിനി വെച്ചുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും എങ്ങനെ നോക്കുന്നു, എങ്ങനെ ചിരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ആരാദ്യം സംസാരിക്കുന്നു, ആരെവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത്രത്തോളം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ CPM-നകത്ത് വരുന്ന വീഴ്ചകൾ ഒഴിവാക്കാൻ ഈ പറഞ്ഞ സൂക്ഷ്മദർശിനി ഒന്ന് തിരിച്ചു വെച്ചാൽ മതിയാകും. കോൺഗ്രസിൽ നോക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇപ്പോൾ 24 മണിക്കൂറിൽ 20 മണിക്കൂറും കോൺഗ്രസിലേക്ക് നോക്കിയാലും ബാക്കി 4 മണിക്കൂറെങ്കിലും CPM-നെ നോക്കാൻ ആ സൂക്ഷ്മദർശിനി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നേതാക്കന്മാരുണ്ടാക്കുന്ന ട്രോളുകൾ ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ ആ ട്രോളുകൾക്ക് കൃത്യമായ ഒരു ക്യാപ്സ്യൂൾ നൽകാൻ സാധിക്കും. ഈ വയോധികൻ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പാർട്ടിക്കാർ പറഞ്ഞു പൈസ കൊടുത്തോ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറയുമ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ സത്യം വെളിപ്പെടുത്തൽ പിന്നീട് അദ്ദേഹം അതിലിരുന്ന് ന്യായീകരിക്കൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്നത് പോലെ വീണ്ടും ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇതിനുള്ള അവസരങ്ങളൊക്കെ ഒഴിവാക്കാൻ നികേഷ് കുമാർ കുറച്ചുകൂടി കരുതൽ CPM-ന് നൽകേണ്ടതാണ്. കോൺഗ്രസിന് കരുതൽ നൽകിക്കോളൂ, നല്ല കാര്യം. കോൺഗ്രസിന് ഒരു ഹൈപ്പ് ഉണ്ടാകുന്നത് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം CPM-നെ കൂടി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.